ഉണ്ടോ? അത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കണം. മഴവിൽ കളറിൽ പെരുമ്പളം ദ്വീപ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് നേരെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു, നിങ്ങളെല്ലാവർക്കും അറിയാൻ പറ്റും, പെരുമ്പളം ബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് നൈസായിട്ട് പോയി അവിടേക്ക് ഒന്ന് ഇറങ്ങിയാൽ, രാവിലെ അങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്ടാ. അപ്പോൾ നമുക്കൊന്ന് നൈസായിട്ട് പോയിട്ട് വരാം. ഇതൊരു വ്ളോഗാക്കി നമുക്ക് ചെയ്യാമല്ലോ എന്നോർത്ത്. അപ്പോൾ ഈ മൈക്ക് നമ്മൾ മേടിച്ചിട്ട് ആദ്യത്തെ വീഡിയോ ഉണ്ടായത്. അപ്പോൾ എനിക്കറിയില്ല ഇത് സൗണ്ട് എങ്ങനെയാണ്, ഇത് ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഏറ്റവും മതി. അച്ഛൻ പോണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം അരൂക്കുറ്റി. ഇപ്പം എൻ്റെ വീട് അരൂക്കുറ്റിയിലാണ്, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പെരുമ്പളം ബ്രിഡ്ജിൻ ഈ കഴിഞ്ഞ 7-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞാൽ, അപ്പോൾ അത് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അത് മാത്താൻ അമ്പലമാണ്, ഞങ്ങളുടെ അമ്പലമാണ്. അപ്പോൾ അവിടെ ഇന്നവിടെ മഹോത്സവമാണ്. അപ്പോൾ ഇന്ന് അവിടെ പോകേണ്ടതുകൊണ്ട് തന്നെ ഞാനിന്ന് നൈസായിട്ട് ലീവ് എടുത്ത് ഇന്ന് ഓടാൻ പോണില്ല. ഇന്ന് വിളിച്ച ഓട്ടങ്ങൾ മുഴുവൻ നമ്മൾ ക്യാൻസൽ ചെയ്തേക്കും. ഇപ്പം എന്താ, ഞങ്ങളവിടെ നിന്ന് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു എങ്ങനെ പോയാലും ഒരു എത്ര കിലോമീറ്റർ ആണ്, ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളൂ പറഞ്ഞിടത്തേക്ക്. അപ്പോൾ ഞാൻ 2 ദിവസമായി ആലോചിക്കണം ഒന്ന് അവിടം വരെ പോകണമല്ലോ എന്ന്. നമ്മളടുത്ത് ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് അരൂക്കുറ്റിനെയും പെരുമ്പളം ദ്വീപിനെയും കണക്ട് ചെയ്യുന്ന പാലം പോയി കണ്ടിട്ട് വരാം. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പല ആൾക്കാരും ചിലപ്പോൾ അവിടെ പോയി എല്ലാം കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മുടെ പാലം എന്നറിയാലോ. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ, 250. ഇതിവനെ ഞാൻ അങ്ങനെ റഫ്യൂസ് ചെയ്യാറില്ല. നമുക്ക് വേറെ 2-3 വണ്ടികളുടെ ഉണ്ട്. അത്യാവശ്യം പുറത്ത് പോകാനോ ഇതിനൊക്കെ റേഷൻ കടയിൽ പോകാനുള്ള വണ്ടികളൊക്കെ നമുക്ക് വേറെ ഉണ്ട്. ഇത് കൊമ്പനാമുറി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ചേർത്തല റൂട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഈ റൂട്ടും പോവാം. ഇത് നേരെ നിന്ന് പെരുമ്പളത്ത് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഈ വണ്ടിയുടെ ഒരു വീഡിയോ ഇടാന്ന് ഓർത്തത്. നമ്മൾ എന്തായാലും ഞാൻ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയാം, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു NS200 ആയിരുന്നു, 2015 മോഡൽ. അത് ഞാൻ കൊടുത്തു കളഞ്ഞു. അത് ആ സമയത്ത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നാറ് ഞാനങ്ങനെ സെയിൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 വണ്ടി വേറെ എടുത്ത്, പക്ഷെ എല്ലാം 200cc താഴെയുള്ള വണ്ടികളാകുമ്പോൾ എടുത്തേക്കണം. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് വേറൊരു വണ്ടി എടുക്കണം. ഇതിപ്പോൾ ഒരു 5 മാസമായി ഞാൻ ഉപയോഗിക്കണം. 5 മാസമായിട്ടില്ല, 5-ാമത്തെ മാസമാണത്. ഇത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോയി പാലം എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, പക്ഷേ നേരിട്ടൊന്നും പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറണില്ല. മൊത്തത്തിലവിടെ തിരക്കായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ആ ക്രൗഡിൻ്റെ ഇടയിലേക്ക് നമ്മൾ ചെല്ലണ്ടല്ലോ എന്നോർത്ത്. അപ്പോൾ ഇപ്പം എന്തായാലും രാവിലെ സമയത്ത് ആരും ഉണ്ടാവില്ല. നമുക്ക് സൺറൈസും കിട്ടുമെന്ന് നോക്കാമല്ലോ. സൺറൈസും പിടിക്കാൻ പറ്റുമെങ്കിൽ സൺറൈസും പിടിക്കാം. സൺറൈസൊക്കെ കഴിഞ്ഞു പോയി.
അത് നമുക്ക് ആ പാലത്തെ നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിടെ. ഇവിടെ ഈ അടുത്താണ്, ഈ ഇതാണ് സ്ഥലം. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വടുതല ബോട്ടിയെട്ടി പെരുമ്പളം ജംഗ്ഷൻ. ജംഗ്ഷൻ ഒട്ടണ്ട, പെരുമ്പളം ജംഗ്ഷൻ ഇവിടെ നിന്നും കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് നേരെ ഇതുണ്ട്, ഒരു പഴയ വീടൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ്. ഇതേ പിണറായി സാർ വന്നതിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആരിഫ് സാറുള്ള സമയത്തൊക്കെയാണ് ഇത് റെഡിയായത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ചെറിയ റോഡായിരുന്നു. ഇതിപ്പോൾ റെഡിയാക്കിയതാണ്. ഇപ്പോൾ ആലങ്കത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മൊത്തം സെറ്റ് ചെയ്ത് എടുത്തേക്കണം. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ദ്വീപാണ് കേട്ടോ. ഈ പെരുമ്പളം എന്ന് പറഞ്ഞൊരു ദ്വീപാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരിടത്തേക്കും പോകാനില്ല. ദ്വീപിൻ്റെ അകത്ത് തന്നെ കറങ്ങി തിരിച്ചിങ്ങോട്ട് തന്നെ പോകണം. ഇവിടെ നിന്ന് വേറെ നമുക്ക് വൈക്കം സൈഡിലേക്കൊന്നും കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ എന്തോ ഒരു മെയിൻ്റെനൻസ് നടപ്പുണ്ട്. വാവ്, നൈസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ വൈക്കം സൈഡും, വൈക്കം അത് ഈ ലെഫ്റ്റ് നമ്മുടെ എറണാകുളം സൈഡുമാണ്. തിരക്കൊന്നുമില്ല കേട്ടോ, ശാന്തിയാണ് സ്ഥലം വെറുതെ. വാ, സൂര്യൻ നിൽക്കണം. ഇപ്പോൾ നോക്കിയേ, ഓസം. ഇത് മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പത്തിനും തിരക്കും ഉണ്ടാവില്ല. കൊള്ളാം, ബ്രിഡ്ജ് ചെയ്ത് വെച്ചേക്കണ കൊള്ളാം. അപ്പം നമ്മുടെ ഗവൺമെൻറ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തു കൊടുത്തത്. ഇവിടുത്തെ ആൾക്കാർ നേരത്തെ ബോട്ടിനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. അപ്പോൾ അവരുടെ ടൈം ഷെഡ്യൂൾ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇപ്പം ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള പാലം ഉണ്ടായത്. കൊള്ളാം, പാലം എന്തായാലും കൊള്ളാം. എനിക്ക് തോന്നണം ഇവിടെ ഈ ടാറിങ്ങൊക്കെ ഇനിയും ചെയ്യുമെന്ന് തോന്നണം. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് പരുവത്തിൽ ഇത് കിടക്കണം. ഇതിൻ്റെ പുറമേ ചിലപ്പോൾ പിന്നെ ടാർ ചെയ്യുമായിരിക്കും. അതാണ് അവിടെ ആ മെയിൻ്റെനൻസ് നടക്കണം. എന്തായാലും കൊള്ളാം കേട്ടോ സംഭവം. ദ്വീപിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്ന് വെച്ചാൽ റോഡ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ട കാര്യമല്ല. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യാൻ നോക്കാം. റൈറ്റ് സൈഡിൽ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതുവരെ ഈ ദ്വീപിൽ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വന്നത്. അതായത് എനിക്ക് ഇതുവരെ ഇങ്ങോട്ട് വരേണ്ട കാര്യം വന്നിട്ടില്ല. എനിക്കൊരു ഫ്രണ്ടോ അങ്ങനെ ആരും ഇതിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരാവശ്യത്തിന് ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. ഈ ബസ്സിനൊക്കെ പണ്ട് പഠിക്കാൻ പോകുന്ന നേരത്ത് ആ റോഡ് സൈഡിൽ ഒരുപാട് പേര് നിൽക്കും. അപ്പോൾ എല്ലാവരും പെരുമ്പളത്തു നിന്ന് വന്നാണെന്നുള്ള എനിക്കറിയാം. പക്ഷേ പെരുമ്പളം ദേവിയിലേക്ക് വന്നിട്ടില്ല. നമുക്കൊരു കല്യാണ ആവശ്യത്തിന് പോലും ഇങ്ങോട്ട് വരേണ്ടി വന്നിട്ടില്ല. വന്നിറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. രുചിക്കൂട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ചെറിയ വഴിയാണ് കേട്ടോ, കുഞ്ഞു റോഡാണ്. ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുള്ള റോഡുകളാണ്. ചായക്കട ചായക്കട ചായക്കട. ഇവിടെ എന്തോരം പോകാൻ പറ്റുമോ നോക്കാമല്ലേ. പെരുമ്പളം പാലം മാത്രം കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് പെരുമ്പളം കാണണ്ടേ. ഇനി ഇവിടെ വൻ വികസനം നടക്കും. ഇവിടെ ഇനി എന്തെങ്കിലും സെറ്റപ്പൊക്കെ ടൂറിസമൊക്കെ നല്ല രീതിയിൽ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വിജയിക്കും. ചെറിയ കാവും വേണ്ട, ചെറിയ കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. ഈ അമ്പലങ്ങളുടെ ഈ കാവുകളുടെ ഇതൊക്കെ ഇവിടെ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് കാവുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ്.
എന്തായാലും കൊള്ളാം. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. ഫിഷിംഗ് മാൻ ആള് രാവിലെ തന്നെ ചൂണ്ടയൊക്കെ ഇട്ട് ഇറങ്ങിക്കേണ്ട ആള് മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. സ്കൂൾ ബസ് പോകുന്നുണ്ട്. കിഡുകളൊക്കെ രാവിലെ തന്നെ പഠിക്കാൻ പോണേ. പഠിച്ച് വളരട്ടെ എല്ലാവരും. ഇവിടെ വരുമ്പോൾ പ്രത്യേക ഫീൽ കിട്ടാം. നമ്മൾ ഈ സിറ്റിയുടെ അകത്ത് നിന്നൊക്കെ ഓടി വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ വന്ന് ജീവിക്കണവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇപ്പം ഈ റോഡ് റെഡിയായ കാരണം അവർക്കും സന്തോഷമായി കാണും. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫുള്ള് തകർന്ന് നടക്കണമായിരിക്കുമല്ലേ നേരത്തേക്കാ. എന്തെങ്കിലും ഒരു വീട് വെക്കണമെങ്കിലാ അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് ചെയ്യണമെങ്കിലും ഈ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾക്ക് ഇവർക്ക് ഉണ്ടാവും. അത് ഉറപ്പാണ്. ഇപ്പം അതിൽ നിന്നൊക്കെ ചെറിയൊരു മോചനം അവർ കിട്ടിയിട്ടുണ്ടാവില്ല. ചെറുതല്ല, വലിയൊരു മോചനം കിട്ടിയിട്ടുണ്ടാവും. നമുക്കിത് എന്തോരം ഉണ്ടെന്ന് നോക്കാം. റോഡ് എവിടം വരെ പോകുമെന്നറിയാമല്ലോ. പക്ഷെ ഇവിടെയുള്ള ഈ ഓട്ടോ ഇതൊക്കെ നേരത്തെ ഇപ്പം എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്തെന്ന് എനിക്കറിയില്ലല്ലോ. ശ്രീനാരായണ ഗുരുവിൻ്റെ മന്ദിരമുണ്ട്. അതെന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടില്ല. ഈ റോഡ് വണ്ടികളൊക്കെ എനിക്കൊന്നും ഇവിടെ ജങ്കാറുണ്ടായിരുന്നു തോന്നുന്നു. ഞാനിവിടെ വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ സർവീസ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലാത്തത്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പറയണം. നേരത്തെ ഇവിടെ ജങ്കാറായെന്ന് എനിക്ക് തോന്നണം. സാമൂഹിക ആരോഗ്യ കേന്ദ്രം പെരുമ്പളം, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക്. ഇത് ചെറിയൊരു ഹോസ്പിറ്റൽ സെറ്റപ്പാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ചെറിയൊരു മെഡിക്കൽ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുമായിരിക്കും. ചേട്ടാ, ഇവിടെ നേരെ പോകാൻ കൂടുതലുണ്ടോ? വെറുതെ ഇറങ്ങിയാൽ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി 5-6 കിലോമീറ്റർ ഉണ്ട്. ആ, ഇതിലേം കൂടി അങ്ങോട്ട് പോവാല്ലേ? അപ്പം ഇതിലും വഴി പോയിട്ട് ഇങ്ങനെ വരാം. അപ്പം ആ ചേട്ടൻ പറയണത് ഒരു 5-6 കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത്. എന്തായാലും നമുക്ക് കറങ്ങി നോക്കാം. നമുക്ക് ഇവിടെ കൂടെ നൈസായിട്ട് റൈഡ് അടിക്കാം. എന്തായാലും കൊള്ളാം. നമ്മുടെ വണ്ടി സത്യം പറഞ്ഞാൽ അധികം ഉപയോഗിക്കണില്ല. ഇപ്പോൾ ഒരു ഉപയോഗമായി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ വണ്ടി. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചായി. അമ്പലം കണ്ട. ഇവിടെ അത്യാവശ്യം വലിയൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇവിടെ നിന്ന് റൈറ്റും പോവാം, ലെഫ്റ്റും പോവാം. ഈ ലെഫ്റ്റ് പോയാൽ എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ പറഞ്ഞിടത്തേക്ക് എൻ്റെ കയ്യിൽ പെരുമ്പളത്തുനിന്ന് ലിഫ്റ്റാ വായറ്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് കറങ്ങി കാണാല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഒന്ന് ഞാനില്ലേ ഇത് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് കറങ്ങാല. ഈ റോഡ് നമ്മുടെ അപ്പുറത്ത് തന്നെ ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ വന്ന വഴി തന്നെ. ഓക്കെ. അപ്പോൾ ഞാനിതൊന്ന് കറങ്ങി കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് രാവിലെ. കഴിഞ്ഞ ദിവസം ഞാൻ വന്നു, പക്ഷേ അവിടെ പാലത്തിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അത് കാരണം ഇങ്ങോട്ട് വന്നില്ല. ഭയങ്കര ക്രൗഡ്. എല്ലാവരും കാണാൻ വേണ്ടിയിട്ടേ. അതെ, നല്ലൊരു കാര്യമല്ലേ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് വന്നതുകൊണ്ട് സെറ്റപ്പ് ആയല്ലേ? പോയി ശാന്തത പോയി. നേരത്തെ ശാന്തിയായിരുന്നു. കേൾക്കുള്ളൂ. ഇപ്പൊ മൂവിങ് കൂടി, ആൾക്കാർ വരാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾക്ക് പോക്കുവരവൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായില്ലേ കാര്യങ്ങളൊക്കെ? ഞാൻ എങ്ങോട്ടാ പോണ്ട? ഞാൻ ആക്കിത്തരാം. ന്യൂ സൗത്ത്. ഏറ്റവും അവിടെ എന്താണ്? ജെട്ടി പോലെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അത് ശരി. എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാല്ല. ഇവിടം വരെ വന്നിട്ട് നമുക്ക് കാണാണ്ട് പോണേ. ഇല്ല, പരിപാടി ഞാൻ വർക്ക് ചെയ്യണാണ്. ഞാനപ്പോ ഇന്നങ്ങനെ ഫ്രീ ആയപ്പോഴേ ഒന്ന് വരാൻ വീഡിയോ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ രാവിലത്തെ ഒരു ചായ കുടിയും കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതാണ്.
ആ ഇതാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലേ? ആ നമുക്കതാണ് വേണ്ടത്. ആ ശാന്തത പോയി. ശാന്തത പോയാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പോക്കൊരു രക്ഷപ്പെടട്ടെ. അത് തന്നെ വന്ന തലമുറ പിള്ളേർക്ക് നല്ല കാര്യങ്ങളാണെങ്കിൽ അതല്ലേ നല്ലത്. ആണല്ലേ? ഇല്ലാത്തതിൻ്റെ പേര് ഹോസ്പിറ്റലിൻ്റെ അല്ലേ? ഇവിടെ ചെട്ടിയായി. ഓക്കെ ഏട്ടാ. ചേട്ടൻ്റെ പേര്? സുബി. എൻ്റെ പേര് സനു. പോകോടെ. ശരി. ആ നല്ലൊരു ചേട്ടനാണ് കേട്ടോ. ഇപ്പോൾ പുള്ളി പറയണത് അവർ സമാധാനം പോയെന്ന് പറയണം. അങ്ങനെയല്ല പുള്ളി ഉദ്ദേശിക്കണം. ആ സമാധാനത്തിൻ്റെ കാര്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ സമാധാനത്തോടെ നമുക്ക് ഫ്രഷ് എയറിൽ നിൽക്കാൻ പറ്റിയൊരു ഏരിയയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാണ് പുള്ളി ഉദ്ദേശിച്ചത്, സമാധാനം പോയി എന്ന്. പക്ഷേ അതേപോലെ തന്നെ ഈ ബ്രിഡ്ജ് വന്നതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞില്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ ഇഷ്യൂസും പോകാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അതിനൊരു മോചനമായി. ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിന് ബിഗ് സല്യൂട്ടാണ്. ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. എന്തോ ആയിക്കോട്ടെ, എത്ര നാൾ പിടിച്ചാലും അത് ഫോളോ അപ്പ് ചെയ്ത് ഇവിടം വരെ ആയി തീർന്നല്ല. ഇനിയുള്ള ഇവിടെയുള്ള തലമുറക്ക് കുറേ കാര്യങ്ങൾ എളുപ്പമാവും. എന്ത് കാര്യത്തിനും അല്ലേ, എല്ലാ കാര്യത്തിലും സമയമാണ് മെയിൻ. സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർവ്യൂകളാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും മിസ്സായിപ്പോവും. ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല. അവിടെ ആ ചേട്ടനിറക്കിയതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് റോഡ് മോശമാണോ, പക്ഷെ ഇതൊക്കെ ഇപ്പം തന്നെ അവർ റെഡിയാക്കുമല്ലോ. ഇലക്ഷനൊക്കെ അല്ല, പെട്ടെന്ന് തന്നെ സാധനമൊക്കെ റെഡിയായി സെറ്റപ്പ് ആവും. നമ്മൊരു ജെട്ടിയിലെത്തിയിട്ടാ. കൊള്ളാം. എവിടെയാണ് സ്ഥലമെന്ന് അറിയാൻ പാടില്ല. അവിടെ കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഫോട്ടോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. എനിക്ക് തോന്നണേ ഇവർക്ക് ഇവിടെ നിന്നും ബോട്ടിൽ പോകാൻ തോന്നും. അപ്പോൾ നമുക്കങ്ങോട്ട് വിട്ടേക്കാം. ഇവിടെ നിന്ന് ഇനി ബോട്ടിൽ ഇവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും. ഈ വൈക്കം സൈഡിലേക്കൊക്കെ പോകാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പുട്ടും ചായയൊക്കെ അടിക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കടയാണ്. പുട്ടുകുറ്റിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. രാവിലെ തന്നെ പുട്ടും ചായ ഉണ്ടാ. പിള്ളേർ പഠിക്കാൻ പോകണടാ. അപ്പോൾ ഇനി ഇവിടെ നിന്നപ്പോൾ വൈക്കം സൈഡിലേക്ക് പോകണ്ടാവും ബോട്ട്. അത് പിടിക്കാനുള്ള പോക്കായിരിക്കും ആൾക്കാർ. അപ്പോൾ പെരുമ്പളത്ത് കൂടി ഒരു യാത്ര. ഇവിടെ ആൾക്കാരെ ഓർക്കാനുണ്ടാവും. പണ്ടാറ തലക്ക് ഭ്രാന്താണ്ടല്ലോ എന്നൊക്കെ ഓർക്കാനുണ്ടാവും ആൾക്കാർ. ഇനി മറ്റുള്ള ആൾക്കാർ വന്ന് ഇവിടെ വേസ്റ്റ് അതൊക്കെ ഇട്ട് നശിപ്പിക്കാതിരുന്നാൽ മതി. ഇതുവരെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേക ക്യാരക്ടറല്ല സാധനം. ഞാനുൾപ്പെടെ മാക്സിമം ഞാനിപ്പോൾ അത് കൺട്രോൾ ചെയ്യാറുണ്ട്. വഴിയിൽ ആദ്യം ഇവിടെയൊക്കെ എറിയാതിരുന്നാൽ തന്നെ കുറേയൊക്കെ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാം. അപ്പോൾ ഇതാണിപ്പോൾ ഇവർ പുള്ളി പറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമുക്കിനി നേരെ പാലത്തേലേക്ക് തന്നെ പോകാം.
ജോസഫിന് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾ വാൾട്ട് ജൂനിയർ സ്വർണം കരസ്ഥമാക്കിയ പെരുമ്പളത്തിൻ്റെ അഭിമാന താരം. പ്രദേശ് ബോളിവുഡ്. അഭിനന്ദനമർത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ, പിള്ളേർ പൊളിയാണല്ലോ, കൊള്ളാം. ഇതൊക്കെ ഓലി കുത്തിച്ചാർന്ന പരിപാടിയല്ലേ, സീനാണ്. നമ്മളെക്കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ചെറിയ ചെറിയ പിള്ളേരുകൾ ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യണം, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് എത്തിയിട്ട് എന്തായാലും രാവിലത്തെ റൈഡ് വെറുതെ പൊളി, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ പാലത്തിൻ്റെ ലെങ്ത്ത് മനസ്സിലാകുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോയിൽ എന്തോരം അത് ഇതായി നിൽക്കുന്നുണ്ടെന്ന്. ഇത് അത്യാവശ്യം ഒരു പാമ്പ് കിടക്കുന്ന പോലെയാണ് ഈ പാലത്തിൻ്റെ ഡിസൈൻ ചെയ്തേക്കണം, വളഞ്ഞ് പുളഞ്ഞൊക്കെ ഇരിക്കണം. പക്ഷെ അത്രയും ലെങ്ത്ത് ഈ പാലത്തിനുണ്ട്. കണ്ടോ, സ്ട്രെയിറ്റ് നമ്മൾ നോക്കാൻ നേരത്ത് ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കോർണറാണ്. കണ്ടോ, അത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നടുക്ക്, അതായത് അത്രയും ഡിസ്റ്റൻസിലാണ് ആ ഒരു ആർച്ച് റെഡിയാക്കി വെച്ചേക്കണത്. അതൊരു 3 ആർച്ച് മിഡിലെന്ന് പറയാൻ പറ്റില്ല, മിഡിലും കുറച്ചപ്പുറത്തേക്ക് നീക്കിയാണ് സെറ്റ് ചെയ്തേക്കണവർ. അപ്പോൾ ബാക്കി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് തന്നെ ഉണ്ടോ, അത് അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കണം. മഴവിൽ കളറിൽ പെരുമ്പളം ദ്വീപ്. അപ്പോൾ ഈ പാലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് കേരളത്തിലെ ഏറ്റവും ലെങ്ത്തുള്ള പാലമാണ് ഈ പെരുമ്പളം അരുവിക്കുറ്റി കണക്ട് ചെയ്യണ പാലം. ഏകദേശം 1157 മീറ്റേഴ്സാണ് ഇതുള്ളത്. ഓൾമോസ്റ്റ് 1.16 കിലോമീറ്റർ. 2019 സ്റ്റാർട്ടായതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പതിയെ മൂവായി 2026 ഇതിൻ്റെ പണി കഴിഞ്ഞ് 7-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ റിന്യൂ, അതായത് ഓപ്പൺ ചെയ്തത്. പിണറായി സാറായിരുന്നു വന്ന് ചെയ്തത്. എനിക്ക് വരാൻ പറ്റിയില്ല, ആ സമയത്ത് നല്ല തിരക്കായിരുന്നു, നമുക്ക് ഓട്ടോമായിട്ടും തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര വലിയൊരു സഹായവും കാര്യങ്ങളുമാണ് ഇപ്പോൾ കിട്ടിയത്. ഇത് ഭയങ്കര ഉപകാരം കൊടുത്ത ആൾക്കാർക്ക്. 10-15,000 പേര് താഴെ എന്താണല്ലോ അതിൻ്റെ അകത്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. എന്തായാലും ഭയങ്കര ഒരു സംഭവിപ്പി. പിന്നെ നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ റോഡ് പാലം ഇതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റെയിൽ പാലമുണ്ട്, കുമ്പളം. നിങ്ങൾക്കറിയാമല്ലോ കുമ്പളം. നേരത്തെ കുമ്പളം വരുന്നു. കുമ്പളം പാലം ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ താഴെ ഉണ്ട്. 9.97 മീറ്ററോ മറ്റാണോ തോന്നുന്നത്. എന്തായാലും അതിനെ കടത്തി വെട്ടി നമ്മുടെ അടുത്ത് തന്നെ അടുത്ത പാലവും വന്നിരിക്കുകയാണ്, അതും ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ അതാണ് ഈ പാലത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി. കുമ്പളം പാലം ഇതുമായിട്ട് ഡിഫറെൻ്റാണ്. ഇത് 2 ലൈനാണെങ്കിൽ അത് 4 ലൈനാണ്. അതായത് 2 പാലം ഒറ്റ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിരിക്കുന്ന സെറ്റപ്പാണ് അവിടെ. ഇത് സിംഗിൾ ലൈനാണ് 2 ആയിട്ട്. പക്ഷേ ഇതിൽ വാക്ക് വേയും ഭയങ്കര ബെറ്ററാണ് കേട്ടോ. വാക്ക് വേ സെറ്റപ്പ് നല്ല രീതിയിലാണ് ചെയ്തേക്കണം. വെറുതെ തല്ലിപ്പൊളി പരിപാടിയല്ല ചെയ്തേക്കണം, നല്ല രീതിയിൽ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണ പരിപാടിയാണ്. എന്തായാലും പിണറായി സാറിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കാര്യമായതുകൊണ്ടും ആരിഫ് സാർ ഇവിടെ MLA ആയിട്ടിരിക്കുമ്പോഴാണ് ഇത് വന്നത്, സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ പുള്ളി MP ആകാൻ പറ്റല്ലേ. ഇപ്പോൾ എനിക്ക് പൊളിറ്റിക്സ് അത്രയും വലിയ പിടുത്തമില്ല, എന്നാലും കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞാൻ പറയണം. എന്തായാലും ആൾക്കാർക്ക് വലിയൊരു ഉപകാരമുള്ളൊരു സംഭവമായി. അപ്പോൾ നമുക്ക് പതിയെ പോവാം. പിന്നത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാത്താനം അമ്പലത്തിൽ ഉത്സവം കൂടിയാണ്. അപ്പോൾ അതുകൂടെ നടക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നാട്ടിൽ വരട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ, അതായത് ADV 250യുടെ ഒരു യൂസ് റിവ്യൂ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4-5 മാസം ഓയിൽ ഉപയോഗിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ പെരുമ്പളമുണ്ട്. അപ്പോൾ എനിക്ക് പെരുമ്പളത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നൈസായിട്ട് നമുക്ക് പെരുമ്പളത്തേക്ക് പോവാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു റൈഡ് ഇടാം.
അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.